ആധിപത്യത്തിൽ നടത്തിവരുന്നതായ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സുവിശേഷത്തിലൂടെ നടത്തുന്ന ഒരു ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തത്. ഇന്ന് നാം നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന അനേക വേദനാജനകമായ അവസ്ഥയുടെ പരമ്പരകൾ നമുക്ക് കാണുവാൻ കഴിയും. പത്രമാധ്യമങ്ങളിലൂടെ, ടെലിവിഷൻ ചാനലുകളിലൂടെ, നമ്മുടെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മുടെ കണ്ണുകൾ ഒടിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ വളരെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന അനേകം മൃഗീയമായ പൈശാചികമായ വാർത്തകളുടെ പരമ്പരകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന സാക്ഷരതയിൽ മുമ്പിൽ ഈ കൊച്ചു കേരളത്തിൽ താമസിക്കുന്ന നമ്മുടെ ഇടത്ത് പോലും മൃഗീയമായ കൊലപാതകങ്ങളുടെ പരമ്പരകൾ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കും. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മനുഷ്യന്റെ സ്വഭാവം പ്രകടിപ്പിക്കാറില്ലെങ്കിലും മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവങ്ങളിലേക്ക് എത്തപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ നാം കേട്ടതാണ്, ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്ത് 51ഓളം മുറിവുകൾ കണ്ടെത്തി. കാരണം രണ്ടാനച്ഛനും സ്വന്തം അമ്മയും ചേർന്ന് വളരെ മൃഗീയമായ കുഞ്ഞിനെ വാർത്തകൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കേരളക്കരയിൽ നാം വസിക്കുന്നിടത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും സ്നേഹിക്കുവാനോ ആർക്കും ആരെയും അംഗീകരിക്കാനോ കഴിയാത്ത ഒരു വല്ലാത്ത കാലത്തിലേക്ക് ലോകം വന്നെത്തി നിൽക്കുകയാണ്. പണ്ട് കാളവണ്ടി യുഗത്തിൽ ഒരു കാളവണ്ടി പറഞ്ഞ് 50 പേർ മരിച്ചു എന്നൊരു വാർത്ത ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ, ഈ AI യുഗത്തിൽ വളരെ വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ എല്ലാ നിലകളിലും വളർന്ന പന്തലിച്ചെങ്കിലും മറ്റൊരു വശത്ത് നിരാശയുടെ നീരാളിക്കരങ്ങൾ മനുഷ്യനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടക്കലകളും അരങ്കുലകളും ഒക്കെ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയ സാങ്കേതിക രംഗത്തുള്ള മനുഷ്യന്റെ കുതിപ്പ് നല്ല ഭാവിയുടെ പ്രത്യക്ഷകരണമായി കാണാമെങ്കിലും അതിനും സാരമായ മങ്ങൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്രയോ കൊലപാതകങ്ങളുടെ പരമ്പരകളാണ് ഓരോ നിമിഷങ്ങളും ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. പാപം ഭീകരമായ സത്യമാണ്. അത് മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ കരകയറുവാൻ കഴിയാതെ വളരെ നിരാശയോടുകൂടിയാണ് ഈ ലോകത്തായിരിക്കുന്നത്. മനുഷ്യന് സമാധാനമോ സന്തോഷമോ പ്രാപിക്കുവാൻ കഴിയാതെ ഏത് സ്ഥലങ്ങളിൽ പോയാൽ, ഏത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാൽ, എവിടെയൊക്കെ തീർത്ഥാടനങ്ങൾ നടത്തിയാൽ, നേർച്ചകളും കാഴ്ചകളും കർമ്മമാർഗങ്ങളും ഒക്കെ നടത്തിയാൽ അല്പം ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സന്തോഷമുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് പണം ചെലവഴിച്ച് മനുഷ്യൻ പല യാത്രകളും നടത്തിയിട്ടും അതിനകത്തൊന്നും ഒരു സന്തോഷവും കണ്ടെത്തുവാൻ കഴിയാതെ നിരാശ പിന്നെയും അവനെ പടർന്നു പിടിക്കുമ്പോൾ, അവന്റെ മനസ്സാക്ഷി അവനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാൻ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകരക്ഷകനാണ്. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, ഈ യേശു ക്രിസ്തു ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് മാനവരാശിയുടെ പാപപരിഹാരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പാപം നിറഞ്ഞ ഭൂമിയിൽ പാപമില്ലാത്തവരായി കടന്നു വരികയും തന്റെ അവസാനത്തുള്ള രക്തവും കാൽവരി ക്രൂശിൽ തന്റെ കള്ളന്മാരുടെ നടുവിൽ സകല മനുഷ്യർക്കു വേണ്ടി ഊറ്റിക്കൊടുത്ത് എന്നേക്കും ഒരു വീണ്ടെടുപ്പ് സ്ഥാപിപ്പാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് യാതൊരു ലജ്ജയും കൂടാതെ ഈ സമയത്തും ഉച്ചഭാഷയിലൂടെ ഇങ്ങനെയൊരു സന്ദേശം ഈ ദേശത്തോട് ഞങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടൊരു നാമമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. അതുകൊണ്ട് തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു: ഇപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മനുഷ്യൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണെങ്കിലും ആ ശിക്ഷയിൽ നിന്നുള്ളൊരു വിടുതൽ, രക്ഷയെന്ന ഏക സംഭവത്തിലേക്ക് മനുഷ്യനെ ആനയിച്ചതിന്റെ കാരണം കർത്താവ്
കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നു, അതെ, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇനി സമയമില്ല, ഇനി കാലമില്ല, ഈ കാലമെല്ലാം കഴിയും, പിന്നെ പുതുയുഗം വിരിയും, പിന്നെ തിരികെ വരാതെ എത്തുന്ന ഒരു നിത്യതയും മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ജീവിതമാണ് ജീവിതം, ഇവിടുത്തെ സുഖമാണ് സുഖം, ഇവിടെ എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിച്ച് ഇവിടെ കൊണ്ടെല്ലാം കഴിയാമെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മനുഷ്യന് മരണത്തിനപ്പുറത്തൊരു മരണാനന്തര ജീവിതമുണ്ട്. ഇവിടുത്തെ ജീവിതം ക്ഷണഭംഗുരമാണ്, അല്പനേരത്തേക്ക് മാത്രമുള്ള ഒരു ജീവിതമാണ് ഇവിടെ. എന്നാൽ നിങ്ങൾ ചോദിക്കും, ഒരുപക്ഷെ ഇതിനു ശേഷം ഒരു ജീവിതമുണ്ടോ? ഇവിടുത്തെ ജീവിതമല്ലേ സുഖം? പ്രിയമുള്ളവരെ, ഞങ്ങൾ വളരെ ചങ്കൂറ്റത്തോടെ വളരെ പ്രാപ്തിയോടെ ഇവിടെ ഇങ്ങനെ ഒരു സന്ദേശം കൈമാറുന്നതിന്റെ പിന്നിൽ ഞങ്ങളെ പ്രേരിപ്പിച്ച ഏക കാര്യമെന്ന് പറഞ്ഞത്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു യേശു ക്രിസ്തു ഉള്ളത് കൊണ്ടാണ്. അനേക ഉലക മഹാന്മാരുടെ കല്ലറകൾ അറിഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, അത് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉരുക്കുമല്ലുകൊണ്ട് ഉലകം ചവച്ച അനേക വീരശൂര പരാക്രമികൾ നമുക്കുണ്ടായിരുന്നു, തത്വചിന്തകന്മാരുണ്ടായിരുന്നു. അരിസ്റ്റോട്ടിനെ പോലെ, പ്ലേറ്റോയെ പോലെ, അത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെ, അലക്സാണ്ടർ മാക്സിലോണിയെ പോലെ അനേക ശക്തന്മാരായ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അവരെല്ലാം ഈ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുമ്പോൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിരാശയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, രോഗത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, ആരും സഹായിപ്പാനില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ കൈമാറുന്നത്. യേശു ക്രിസ്തുവിൽ കടന്നു വരൂ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാനിടയായി തീരും. കാരണം രക്ഷയ്ക്ക് വേണ്ടി അവസാനത്തോടെ രക്തം കൊടുത്ത ഒരേ ഒരുവനെന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. പ്രിയ സ്നേഹിത, മനുഷ്യ ജീവിതം ക്ഷണഭംഗുരമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ ആയുസ് കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു, മനുഷ്യൻ ചാഞ്ഞ വേലി പോലെയാകുന്നു. മനുഷ്യന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 6 അടി മണ്ണിൽ നീറിയെടുക്കുന്ന ഒരു ഭൗതികമായ ശരീരമായിരിക്കും മനുഷ്യൻ. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നിനക്ക് മരണത്തിനപ്പുറത്ത് ഒരു നിത്യത സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ സത്യം തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം കൈമാറുന്നത്. പ്രിയമുള്ളവരെ, മരണത്തിനപ്പുറത്ത് ഒരു മരണാനന്തര ജീവിതമുണ്ട്. അതിന്റെ തെളിവെന്ന് പറയുന്നതാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ഒരുപക്ഷെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഏത് മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ഭർത്താവിനെ നമുക്ക് പലതും മറച്ചു വെക്കാം, ഭാര്യയെ മറച്ചു വെക്കാം, കുഞ്ഞുങ്ങളെ മറച്ചു വെക്കാം. പക്ഷേ അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ള സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ല. അതുകൊണ്ട് പാപത്തിൽ അടിച്ചായി പാപസ്വഭാവത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സന്ദേശത്തിലൂടെ വിളിച്ചു പറയട്ടെ, പാപത്തിൻ്റെതായിരിക്കുന്ന ആ പ്രത്യേകമായ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലെ ഒരു മതങ്ങൾക്കോ ഇസങ്ങൾക്കോ പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ കഴിയാതിരിക്കുമ്പോൾ കാൽവരിയിൽ പിടഞ്ഞു മരിച്ച യേശുവിന്റെ ചങ്കിൽ ഒഴുകിയ പരിശുദ്ധ രക്തത്താൽ എന്നേക്കും ഒരു വീണ്ടെടുപ്പ് നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ വൈകിയ വേളയിലും ഈ ഉച്ചഭാഷയിലൂടെ ഈ തെരുവോരങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു സന്ദേശം ഞങ്ങൾ ഈ ദേശത്തോട് കൈമാറുന്നത്. പ്രിയമുള്ളവരെ, ഇനി ഇങ്ങനെ ഒരു കാലഘട്ടമില്ല, ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുവാനില്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടം മനുഷ്യനെ കടന്നു പിടിക്കുന്നതിന് മുമ്പേ ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് എന്നേക്കുമുള്ള ഒരു നിത്യത സ്വായത്തമാക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, 16, 17, 18 പ്രായമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലയ്ക്കും പുകയിലേക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിതം പാഴാക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും മുമ്പോട്ട് കടന്നു പോകുന്നത്. അത് ഒരുപക്ഷെ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ ലാളനയോടൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന അവരുടെ പ്രിയ മക്കൾ അവരെ പഠിക്കുവാനായി കലാലയങ്ങളിലേക്കും അല്ലെങ്കിൽ നേഴ്സിംഗിനുമൊക്കെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയക്കും. പക്ഷേ പിന്നെ കേൾക്കുന്ന വാർത്തകളൊക്കെ ഞെട്ടിക്കുന്ന വാർത്തയാ. മലയാള മനോരമ പത്രം ഉൾപ്പെടെയുള്ള TV മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ
നമ്മളൊക്കെ ഇന്ന് കണ്ടു കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ മരവിപ്പിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിനി, ചങ്ങനാശ്ശേരിക്കാരിയായ ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് അവിടെ കൈവശമുണ്ട്. അതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുകാരുടെ മുമ്പിൽ നല്ലൊരു കുട്ടി, നാട്ടുകാരുടെ മുമ്പിൽ നല്ലൊരു കുട്ടി, സമൂഹത്തിന് മുമ്പിൽ നല്ലൊരു കുട്ടി, പക്ഷേ മദ്യത്തിന്റെ മയക്കുമരുന്ന് അഡിക്റ്റായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്രയോ സംഭവങ്ങളാണ് ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് മറ്റൊരു സംഭവം നാം കേട്ടതാണ്. തിരുവല്ല ഐക്യടുത്ത് പെരുന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത്, വേങ്ങലിനും പെരുന്തുരുത്തിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ഒരു മാതാവും ഒരു പിതാവും കാറിനകത്ത് കത്തിച്ചാമ്പലായി. അവരുടെ കാര്യം അന്വേഷിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അവർക്കൊരു ഏക മകനുണ്ടായിരുന്നു. എന്നാൽ ആ മകൻ അവർക്ക് വളരെ പ്രതികൂലമായിരുന്നു. അവർ വളരെ പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്ന അവരുടെ മകൻ വലിയ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായി മാറി അവന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ മകനിൽ നിന്ന് യാതൊരു സമാധാനം പ്രാപിക്കുവാൻ കഴിയാതെ നിരാശ അവരെ കടന്നു പിടിച്ചപ്പോഴാണ് സ്വന്തം കാറിനകത്ത് അവർ കത്തി ചാമ്പലാകുവാൻ ഇടവന്നത്. പ്രിയമുള്ള സ്നേഹിതരെ, സുഹൃത്തുക്കളെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, എത്രയെത്രയോ വാർത്തകളാണ് നമ്മളെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു വല്ലാത്ത ലോകത്തല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ മനുഷ്യന് ഇവിടുത്തെ ഒരു സംഹിതകൾക്കോ ഇസങ്ങൾക്കോ ഇവിടുത്തെ ഒരു പ്രത്യേകമായിരിക്കുന്ന യാതൊന്നിനും മനുഷ്യനെ ഇതിനകത്തുനിന്ന് കരകയറ്റുവാൻ അത് പറ്റാതിരിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇന്ത്യക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് മാനവകുലത്തിന്റെ പാപത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കടന്നു വന്ന യേശുക്രിസ്തുവിലൂടെ ആ നിത്യമായ രക്ഷയും സമാധാനവും സന്തോഷവും പ്രാപിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരകനാണ്. തിരുവഴുത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ പണ്ഡിതനെന്നോ പാമരനോ ഇല്ല, കുചേലനെന്നോ കുബേരനോ ഇല്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ജാതി വർഗവർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ, ലിംഗ വ്യത്യാസങ്ങൾ കൂടാതെ